ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ എന്താണ് ഇത്? കാരണം നബിദിനം അല്ലെങ്കിൽ പിറവി അല്ലെങ്കിൽ പല രീതിയിലാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടില് നടക്കുന്നത്. കാസർഗോഡൊക്കെ വമ്പിച്ചമായി പട്ടാള വേഷത്തിൽ പോലും പരേഡ് നടത്തുകയും നാട്ടിലൊക്കെ ഘോഷയാത്രകളും അതുപോലെ കുട്ടികളെ വെച്ചിട്ട് പരേഡ്, ബാൻഡ് റൂട്ട്, പായസം വിതരണം, അന്നദാനം ഒക്കെ. അതിന്റെ അടിസ്ഥാനം നബി ദിനം, അതായത് നബി ജയന്തി എന്ന് പറയുന്നവരുണ്ട്, പിറവി എന്ന് പറയുന്നവരുണ്ട്. അത് നബിന്റെ നബിന്റെ രൂപത്തിൽ കുട്ടീനെ വെച്ചിട്ട് ഓട്ടോപ്പുറത്തൊക്കെ വെച്ച് ആ രീതിയിൽ വളരെ വിപുലമായ, അതായത് കൃഷ്ണ ജയന്തിക്ക് ഹിന്ദുക്കൾ എന്തൊക്കെ ചെയ്യുന്നുവോ, ക്രിസ്മസിന് ക്രിസ്ത്യാനി അങ്ങനെ ചെയ്യുന്നുവോ അതിനേക്കാട്ടിലും അപ്പുറ രീതിയിലാണ് നമ്മുടെ സമുദായം ഇന്ന് നമ്മുടെ കാണുന്നത്. ഈ ജന്മദിനത്തിന്റെ വിധി എന്താണ് ഇസ്ലാമിൽ? ജന്മദിനം എന്ന് പറയുമ്പോൾ അതിന്റെ ഹുക്മ് പറയുകയാണെങ്കിൽ 100% ഹറാം എന്നാണ് അതിനെ പറ്റി പറയാം. ഇസ്ലാമിന്റെ ഹുക്മുകളിൽ 5 ഹുക്മുകൾ, അതില് ഹറാം എന്ന് തന്നെയാണ് ജന്മദിനം പറയാൻ പറ്റുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആ ദിവസത്തെ കുറിച്ച് ഇവര് പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണെന്ന്, അല്ലെങ്കിൽ ബലിപെരുന്നാളിനെക്കാണെയും ഈദുൽ ഫിത്തറിനെക്കാണെയും പുണ്യമുള്ളതാണ്. ഇത്രയും വലിയൊരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് ഇവരും പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുന്നു. ഇതിനെ 300-ന് ശേഷം വന്നതാണെന്ന് ഇവർ പറയുന്നു. നബി ചെയ്യാത്തതും നമുക്ക് നല്ലതാണ്, ഏതുപോലെ സമ്മേളനം പോലെ എന്നും ഇവർ പറയുന്നു. അപ്പൊ അവിടെയൊക്കെ നബി ചെയ്തിട്ടില്ല എന്ന് ഇവരോട് സമ്മതിക്കുന്നു. അങ്ങനെ നബി ചെയ്യാത്ത ഒരു കാര്യം പ്രാവർത്തികമാക്കുന്നതിന്റെ വിധി എന്താണ്? ഇമാം ഷാഫിയുടെ ഗുരുനാഥനായ ഇമാം മാലിക് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് ഇമാം ഷാത്തബി തന്റെ അൽ-ഇഅ്തിസാമിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയുന്നവരോ? ഇമാം മാലിക് വരാം, മൻ ഇബ്തദാ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസനത്ത്. ഒരാൾ ഇസ്ലാമിൽ ഒരു പുതിയ ഒരു കാര്യം കൊണ്ടുവന്നു, യറാഹ ഹസനത്തിന്, അത് നല്ല കാര്യമായി മൂപ്പർ അതിനെ മനസ്സിലാക്കുന്നു. കാരണം എന്താ? നബിന്റെ മദ്ഹബ് പറയാണ്, ഖുർആൻ ഓതുകയാണ്, ഹദീസ് പറയാണ്, നല്ല നല്ല കാര്യങ്ങളാണ് എന്ന രൂപത്തിൽ നല്ലതല്ലേ എന്ന നിലക്ക് ഒരാൾ കൊണ്ടുവന്നാൽ ഫഖദ് സഅമ, അവർ വാദിച്ചിരിക്കുന്നു, അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന നടത്തി എന്നാണ് അവൻ പറയുന്നത്. കാരണം നല്ലൊരു കാര്യമാണല്ലോ എന്ന നിലക്ക് അവൻ കൊണ്ടുവരുമ്പോൾ നബി ഇത് കൊണ്ടുവന്നില്ല, നബി ഇത് പറഞ്ഞു തരേണ്ടതായിരുന്നു, അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, റസൂലുള്ളാഹ് ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഒരാൾ റബീഉൽ അവ്വൽ 12 അന്ന് ജന്മദിനാഘോഷം നടത്തി ഇങ്ങനെ പോകുമ്പോ ആ പോക്ക് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു, ഞാനിതാ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നു, നിങ്ങൾ ഇത് സ്വീകരിച്ചോളൂ. എന്നിട്ട് ഇമാം മാലിക് വരാം, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് മതമാവാത്തത് നമ്മുടെ കാലത്തും മതമാവൂല. കാരണം അല്ലാഹു തആല യഖൂൽ, അല്ലാഹ് പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാം ദീന. ഇന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹ് അത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആന്റെ ആയത്തിറക്കി റസൂലുള്ളാഹ് അത് ക്ലിയർ ആക്കി വെച്ചിട്ട് ഇപ്പോ ലൈലത്തുൽ ഖദറിനെക്കാളും പുണ്യമുള്ള ഒരു രാത്രി, ബലിപെരുന്നാളിനെക്കാളും വലിയൊരു ആഘോഷം എന്ന് പറഞ്ഞ് എവിടുന്നാണ് ഇത് വന്നത്? അത് നമ്മൾ ഉണ്ടാക്കുകയാണ്. ലൈലത്തുൽ ഖദറിനെക്കാളും പുണ്യം എന്നുള്ളത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഈ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന നിലക്കാണ് പറയുന്നത്. ഖുർആൻ ഓതല്ലേ, ഹദീസ് പറയല്ലേ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നബി വഞ്ചകനാണ് എന്ന് പറയുന്ന പ്രവർത്തനം ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല എന്നുള്ള പരിശുദ്ധ ഖുർആന്റെ വചനമുണ്ട്. എന്താണ്? ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ നബി കൃത്യമായി വിവരിച്ചു തന്നു, എന്നിട്ട് നബി പറഞ്ഞതല്ലാത്തത് അതിന് എതിരായി വല്ലതും ചെയ്താൽ നുവല്ലിഹി ജഹന്നം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. നുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലേക്ക് നമ്മൾ ചേർക്കുന്ന. അപ്പൊ നരകത്ത് പോകുന്ന പരിപാടിയാണ് പ്രവാചകൻ പറഞ്ഞത് അല്ലാത്ത കാര്യങ്ങൾ, പ്രവാചകന് എതിരായി ചെയ്യുന്ന കാര്യങ്ങൾ. പ്രവാചകന്റെ ജന്മദിനത്തിന് നബി എന്താ പറഞ്ഞിട്ടുള്ളത്? ജന്മദിനം ആഘോഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, നോമ്പ് വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോമ്പ് നോൽക്കാൻ പ്രവാചകൻ പറയുമ്പോ നബിദിനാഘോഷത്തിന് എന്താണ്? രാവിലെ ഒരു മിഠായി വിതരണം, പിന്നെ ഘോഷയാത്ര പോകുന്ന എല്ലാ കവലകളിലും പലഹാരങ്ങൾ, ഉച്ചക്ക് സുഭിക്ഷമായ ഭക്ഷണം, ഇങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചോളൂ. നബി നോമ്പ് വെൽക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി എന്താ?
പച്ചയായ ഹറാം എന്നല്ലാതെ അവിടെ തർക്കത്തിന് യാതൊരു വകയില്ല. നബി പറയുകയും ചെയ്തു, ഞാൻ നരകത്ത് പോന്ന് രക്ഷപ്പെടാനുള്ളത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വർഗത്ത് പോകാനുള്ളത് മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ നമ്മളോട് പറഞ്ഞതാ, ലാ യസീവന്നാ ബഅദി ഇല്ലാ ഹാലി, ഞാൻ ഈ പറഞ്ഞിന്ന് നാശകാരികളല്ലാതെ പറയാൻ തെറ്റില്ല. അപ്പൊ ആ നാശകാരിയാവുന്നത്, നരകത്ത് പോകുന്ന പരിപാടി ചെയ്യുന്നത്, അതിന്റെ ഹുക്കുമാണ് ഹറാം.